നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടീം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത്. മാളയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണ ശ്രമം നടന്നത്. ചാലക്കുടി നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. ചാലക്കുടി IQ റോഡിൽ മേലേത്ത് വീട്ടിൽ രാജേഷിനാണ് വെട്ടേറ്റത്. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത്. സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം വായ്പ എടുത്തിരുന്നു. 12 കൊല്ലം മുമ്പ് വീട് വയ്ക്കാനായി 8 ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തത്. തുടർന്ന് 8,74,000 തിരിച്ചടച്ചിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയതോടെ കുടിശ്ശികയായി. 6 ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇന്ന് രാവിലെ ബന്ധുവീട്ടിലേക്ക് മാറാൻ നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. മാളയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം. ഇന്ന് പുലർച്ചെയോടെ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് മോഷണ ശ്രമം നടന്നു. പൂട്ടുപൊളിച്ച മോഷ്ടാവ് അകത്തേക്ക് കടന്നെങ്കിലും ലോക്കർ തുറക്കാൻ സാധിക്കാത്തതിനാൽ ഒന്നും മോഷ്ടിക്കാനായില്ല. മാള SHO സോണി മത്തായിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. ചാലക്കുടി IQ റോഡിൽ മേലേത്ത് വീട്ടിൽ രാജേഷിനാണ് വെട്ടേറ്റത്. കൈക്ക് വെട്ടേറ്റ രാജേഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജേഷിന്റെ ഭാര്യയെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിനിടയിൽ പ്രതി രാജേഷിനെ വെട്ടുകയായിരുന്നു. വെട്ടുന്നത് തടയുവാൻ ശ്രമിച്ചതിനാൽ കൈക്കാണ് 2 വെട്ടുകളും ഏറ്റിരിക്കുന്നത്. സംഭവത്തിന് ശേഷം വെട്ടിയ പ്രതിയായ ഇന്ദുവില്ലയിൽ CL ആൻഡോയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തില്ലെന്നാണ് പരാതി. ഇയാളും ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പിന്നെ എനിക്ക് പറ്റാണ്ടായി. പോലീസുകാർ വന്നിട്ട് നടക്കണില്ല, മുനിസിപ്പാലിറ്റി വന്നിട്ട് നടക്കണില്ല, ഒരു കാര്യം നടക്കണില്ല. ഞാൻ ലീവ് എടുത്തിട്ട് 10-15 ദിവസമായി. അതുകൊണ്ട് ഇന്ന് വണ്ടി ഉന്തി മാറ്റാന്നുള്ള തീരുമാനത്തിൽ ചെയ്തതാണ്. ഇദ്ദേഹം പറഞ്ഞിട്ട് കേൾക്കണില്ല. നമ്മുടെ ചെയർമാൻ സംസാരിച്ചു, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, എല്ലാവരും സംസാരിക്കാൻ ആരും ഇല്ല. CI സംസാരിച്ചു, DSP സംസാരിച്ചു, SI സംസാരിച്ചു, ഒരാൾ കേൾക്കണില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വാശി വെട്ടുകത്തി കൊണ്ട് 5 ദിവസമായി നടക്കണേ. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യനെ കയറാൻ വഴക്കും ബഹളം എൻ്റെ കുറേ കൂട്ടുകാരന്മാർ വന്നു. എന്നോട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എൻ്റെ പേരാണല്ലോ പ്രശ്നം. ഞാൻ വീടിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇരിക്കാൻ മുമ്പിൽ ഒച്ചയായിട്ട് ഓടി വന്നത്. അപ്പോൾ ഭാര്യനെ വെട്ടാനായിട്ട് ഇയാൾ വന്നു. ഭാര്യയുടെ ഡ്രസ്സ് വലിച്ചു കയറി. ഇയാളെ എന്നെ വെട്ടാൻ മതി, ഞാൻ തടുത്തു. അതാണ് ഉണ്ടായ സംഭവം. പിന്നെ കൈയും കാലും വിറച്ച് എനിക്ക് വയ്യണ്ടായി. ഞാൻ ഈ തല്ലിപിടുത്തത്തിന് പോകണ ആളെന്നല്ല. അപ്പോൾ അങ്ങനെ കൈ മുറിഞ്ഞ് നല്ല സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ ഒരു വെട്ടുണ്ട്. തടുത്തപ്പോഴാണ് വൈഫിനെ വെട്ടിയിട്ടുള്ളതാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാർ, MLA, MP മാർ എന്നിവർ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിഷേധം നടത്തുന്നു. പ്രചരണത്തിന്റെ ഭാഗമായി മാള ടൗണിൽ LDF ജനകീയ സദസ്സ് നടത്തുന്നതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം CPI മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ VM വത്സൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, TP രവീന്ദ്രൻ, VM ചന്ദ്രബോസ്, ജോർജ് നെല്ലിശ്ശേരി, K അരവിന്ദൻ, ഗിൽഷ ശിവജി, PK വിശ്വംഭരൻ, VS ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളാങ്കല്ലൂരിൽ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ഫർണിച്ചർ നൽകുന്ന പ്രോജക്ടിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയിൽ 2,30,000 രൂപ വകയിരുത്തിയാണ് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 35 വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സുജൻ പൂപ്പത്തി പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാള ലയൺസ് ക്ലബ്ബിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരന്റെ ഔദ്യോഗിക സന്ദർശനവും ക്ലബ് അംഗങ്ങളുടെ കുടുംബ സംഗമ യോഗവും നടന്നു. ക്ലബ് പ്രസിഡന്റ് ഷീല ജോസ് അധ്യക്ഷത വഹിച്ചു.
CL പിൻഡോ, ടൈറ്റസ് ഡേവിസ്, ജോൺ ചെല്ലക്കുടം, ജോസ് കുടിയൻ എന്നിവർ സംസാരിച്ചു. ഷാജു കുന്നത്തോളി, ക്ലബ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 11 വനിതകൾക്ക് ഇലക്ട്രിക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. സേവന പ്രവർത്തനങ്ങളിൽ ഓരോ ക്ലബുകളും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. 11 സൂര്യ നിശ്ചയം കൊടുക്കുന്നു, 10 ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നു. പല ക്ലബുകൾക്കും കഴിയാത്ത ഒരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം, വളരെ ഒരു 10 പൈസ പോലും ചെലവഴിക്കാതെ വാട്സാപ്പിലൂടെ മാത്രം സർവീസ് ചെയ്യുന്ന പലരും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പൈസ പോലും ചെലവഴിക്കാതെ വെറുതെ ഒരു 150 ഗ്രൂപ്പുകളിൽ ദിവസം ഒരു 40-50 ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ വെച്ചിട്ട് അതാണ് സർവീസ് എന്ന് വിചാരിക്കുന്ന ചില മെമ്പർമാരുള്ള കാലഘട്ടത്തിൽ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥമായി റിയലായിട്ടും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാള ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത്. മാളയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണ ശ്രമം നടന്നത്. ചാലക്കുടി നഗരസഭയുടെ റോഡിനെ ചൊല്ലി അയൽക്കാർ തമ്മിൽ തർക്കം. ഒരാൾക്ക് വെട്ടേറ്റു. ചാലക്കുടി IQ റോഡിൽ മേലേത്ത് വീട്ടിൽ രാജേഷിനാണ് വെട്ടേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.